7 മാസത്തോളമായി പ്രവർത്തനരഹിതമായ കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ റീത്ത് വെച്ച ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം. വാതക ശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി കൌൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. മാസങ്ങൾക്ക് മുൻപ് മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിലാണ് ശ്മശാനത്തിന്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. പിന്നീട് നിരവധി തവണ കൌൺസിലിൽ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ബിജെപി കൌൺസിലർമാർ രംഗത്തെത്തിയത്. ശ്മശാനത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം ബിജെപി കൌൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ കെ മുരളി ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ആവശ്യങ്ങൾ നിരന്തരം പിന്നീടും ചെയർമാൻ പറഞ്ഞു, പിന്നീട് ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന്റെ കാലാവധി കഴിഞ്ഞു. സാധാരണ നിലയ്ക്ക് ഒരു ക്രിമിറ്റോറിയം നഗരസഭയുടെ ഒരു സ്വത്താണിത്. ഇത് നാശമായി കഴിഞ്ഞാൽ അതിന് ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് സാധാരണ യാതൊരു അനുമതി ആവശ്യമില്ല. ചെയർമാന് മുൻകൂർ അനുമതി കൊടുത്തത് 24 മണിക്കൂറിൽ നന്നാക്കാവുന്നൊരു വിഷയമുള്ളൂ. കേവലം 8,000 രൂപ കൊണ്ട് ചിലവാക്കാവുന്ന കാര്യം കമ്മീഷന് വേണ്ടി മാത്രം അത് 8 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതിയാക്കി മാറ്റുക. നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും ഇതിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം 8,000 രൂപ കൊടുത്ത് നന്നാക്കാവുന്ന ഒരു കാര്യം. ഇനി അപ്പോൾ ചെയർപേഴ്സൺ അത് കഴിയില്ല, പറഞ്ഞില്ല. ഞങ്ങൾ പാർട്ടി ഏറ്റെടുത്ത് നന്നാക്കാൻ തയ്യാറാണ്. ചെയർപേഴ്സൺ വാക്കാൻ ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളോട് കൗൺസിലർമാരോട് പറയണം, നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു അനുമതി തരികയാണെങ്കിൽ ഞങ്ങൾ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ക്രിമിറ്റോറിയം പ്രവർത്തനക്ഷമമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് ഒരാളുടെ അനുമതി ആവശ്യമില്ല. ചെയർപേഴ്സൺ വാക്കാൻ ഞങ്ങൾക്ക് ഒരു അനുമതി തന്നാൽ മതി. നഗരസഭാ ചെയർപേഴ്സൺ അനുവദിച്ചാൽ ശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ബിജെപി തയ്യാറാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ മുരളി പറഞ്ഞു. കൌൺസിലർമാരായ ബിനുപ്രസാദ്, ഗീതാ ശശി, സോഫിയ ശ്രീജിത്ത്, സിഗ്മ രജീഷ്, രേഖ സജീവ്, ദിവ്യ വിജീഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സജിത് അഗതിയൂർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നഗരസഭാ ഭരണസമിതി ശ്മശാനത്തിന്റെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം.